ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അലയൻസിന് ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല, ജസ്റ്റ് എൻഗേജ്ഡേ ആയിട്ടുള്ളൂ. ഡോക്ടർ റോബിനും ആരതി പൊടിയും തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്നുള്ള ഈ ഒരു വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരതി പൊടി ഒരു കമന്റ് ഇട്ടു എന്നുള്ള പേരിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ കിടന്ന് കറങ്ങണ്ടായ ആ ഒരു സമയത്താണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കമന്റുകളൊക്കെ, അതായത് ആ കമന്റ് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ റോബിന് വേറൊരു അവിഹിതമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തത് എന്നൊക്കെയുള്ള രീതിക്കാണ്. അതേപോലെ തന്നെ ഇപ്പൊ ആരതിയുടെ ഒരു ഫ്രണ്ടിനോട് ഈ റോബിന് ക്രഷ് ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു കമന്റ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അത് ആരതി എന്നെ ഇട്ടതാണോ എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് ഞാൻ ആ ഒരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ നമുക്കത് ഏറെക്കുറെ ഉറപ്പിക്കാന്നുള്ളൊരു മട്ടാണ്. കാര്യം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ഈ റോബിനെതിരെ വന്നേക്കുന്നത്. അപ്പൊ അത് ആ ഒരു ഇട്ട ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ അത് ഫേക്ക് ആണെങ്കിൽ ആരതി തന്നെ അത് വന്നിട്ട് പറഞ്ഞേനെ, അല്ലെങ്കിൽ റോബിൻ തന്നെ അത് വന്നിട്ട് പറഞ്ഞേനെ. കാരണം ഇവരെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയനകത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെന്തായാലും ഇവർക്കെതിരെ ഇങ്ങനൊരു അലിഗേഷൻ വരുമ്പോഴത്തേക്ക് അവർ ഉറപ്പായിട്ട് അതിനെതിരെ പ്രതികരിക്കും. പക്ഷെ ഇവരാരും പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അത് ആരതി തന്നെ ഇട്ടതാന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി അതിനകത്ത് ആരതി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതായത് ഇത് ഞാൻ ഇട്ട കമന്റ് അല്ല, അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഫേക്ക് ആണെന്ന് പറയാം. പക്ഷെ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ വെച്ച് നമുക്ക് പറയാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അത് ആരതി തന്നെ ഇട്ടതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ ആരതി തന്നെയാണ് ആ ഒരു കമന്റ് ഇട്ടതെങ്കിൽ ഈ റോബിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കണം, അതായത് റോബിന് ഭയങ്കര രീതിക്കുള്ള അലിഗേഷൻസ് ആണ് ആരതി പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് റോബിൻ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരന് അതൊരു വൃത്തിയായിട്ടൊരു പരിപാടി തന്നെയായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ ഒരു റിലേഷനകത്ത് ഇരിക്കുമ്പോൾ വേറൊരാളോട് ഒരു ഇഷ്ടം തോന്നുക, അതേപോലെ വേറൊരു അഫെയർ ഉണ്ടാവുക, അവിഹിതം, അതേപോലത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും ചെറ്റത്തരമാണ്. അപ്പൊ അതേപോലുള്ള ഒരു കാര്യം റോബിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം നടന്നിട്ടിരുന്നു നല്ല രീതിക്ക് തീ പിടിച്ചിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം. അപ്പൊ ആ ഒരു ടൈമിനകത്താണ് ആരതിയും അതേപോലെ തന്നെ നമ്മുടെ ആരതിയുടെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള സ്റ്റീഫൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനായിട്ട് ഫോട്ടോ ഇടുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോന്റെ അടിയിൽ വന്നിട്ട് ഈ ഒരു സ്റ്റീഫൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെതിരെയും പിന്നെ പൊങ്കാല തുടങ്ങി. അതായത് ഈ ഫാൻസിന് പിന്നെ ആരെങ്കിലും കിട്ടിയതല്ല നെഞ്ചത്ത് കയറാനായിട്ട്. അപ്പൊ അവര് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരനെ നെഞ്ചത്ത് അങ്ങോട്ട് കയറി. അപ്പൊ ഈ പുള്ളിക്കാരന് ഭയങ്കര രീതിക്കുള്ള അറ്റാക്കും അതേപോലെ സൈബർ ബുള്ളിങ്ങും എല്ലാം കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഇത് അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കും പുള്ളി ഒരു സ്ഥലത്ത് പോയത്തേക്കും മീഡിയനെ പറ്റി ചോദിച്ചു. അപ്പൊ പുള്ളി അതിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ പോർഷൻസ് കുറച്ചൊന്ന് കണ്ടുനോക്കാം. അവർ പ്രണയിച്ചു, അവർ വിവാഹം ഉറപ്പിച്ചു. കഴിഞ്ഞ വർഷം 14 ഞാനായിരുന്നു ആങ്കർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല മീഡിയാസ് ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ ഡേറ്റ് അവർ ഔട്ട് ചെയ്തു. അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്കതിൽ ഒരു പങ്കുമില്ല. അത് അവർ തമ്മിലുള്ളതാണ്, അവർ തമ്മിലുള്ള തീർക്കും. ചിലപ്പം നടക്കാം, പുറത്ത് പല കാര്യങ്ങളും ഇനിയും വരാതിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. എനിക്ക് പുറത്ത് പറയാനുള്ള ഇതും ഇപ്പം ഇല്ല. അത് അവർ തന്നെ പറയട്ടെ. ലെറ്റ് ആരതി ഓർ പൊടി ഡിസൈഡ് അവർക്ക് എന്ത് പറയണം, എന്ത് പുറത്തേക്ക് വിടണം എന്നുള്ളത് അവർ ചെയ്യും. ഓക്കെ, പുള്ളി ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതായത് കണ്ടത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയും. ഇതെന്ന് പറഞ്ഞാൽ അതായത് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ ഈ ആരതി പൊടിയുടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് തന്നെ ഞാൻ പറയും. കാര്യം അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നം പുള്ളിക്കാരൻ വന്നിട്ട് വേണമെങ്കിൽ പുള്ളിക്കാരന് വന്നിട്ട് പബ്ലിക്കിനോടൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് വേണമെങ്കിൽ ഭയങ്കര രീതിക്കുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ പുള്ളി അത് ചെയ്തില്ല. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള പ്രശ്നം അവർ വന്ന് പറയട്ടെ, അല്ലാണ്ട് ഞാനായിട്ട് ഒരു കാര്യവും അതിനകത്ത് പറയില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടെ. കാര്യം ഇപ്പൊ പല ഫ്രണ്ട്സ് നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട്, ഫേക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ പല പരിപാടികളും നമ്മൾ ഈ അടുത്ത് കണ്ടിട്ട്, അതായത് ഫ്രണ്ട്ഷിപ്പിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും, അത് എല്ലാവരോടും വന്നിട്ട് അതായത് പബ്ലിക്കിനോട് വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെയുള്ള ഒരാളാവാനായിട്ട് നമ്മുടെ ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പൊ അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു സംഭവം അതായത് പക്ഷേ പുള്ളി പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ അവർ വന്ന് പബ്ലിക്കിനോട് പറയട്ടെ എന്ന് പറഞ്ഞല്ല. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇവർ തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചേനകത്തല്ല ഇപ്പൊ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് ഈ ആരതി പൊടി റോബിനായിട്ട് കാര്യം അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നിലവിലുണ്ടെന്ന് ഇപ്പൊ ഈ പുള്ളി പറഞ്ഞത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാര്യം അങ്ങനെയാണ് പുള്ളിക്കാരന്റെ വാക്കുകൾ. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഒന്ന് കേട്ടു നോക്കാം. പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അലയൻസിന് ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. അതിന്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട്. അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത്. അത് എതിർത്തു എന്നുള്ള
ഫോളോ. അതിനുശേഷം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല, ജസ്റ്റ് എൻഗേജ്ഡേ ആയിട്ടുള്ളൂ. സോ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന്. പ്രശ്നങ്ങൾ പലതും കേൾക്കുമ്പം അറിയുമ്പം ആസ് എ ഫ്രണ്ട് ഞാൻ അത് വിഷമത്തോടെ തന്നെ കേൾക്കും, അതറിയും. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിൽക്കാറുണ്ട്. അത് അന്നും സപ്പോർട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒത്തിരി പലതും നിങ്ങളെപ്പോലെ തന്നെ അറിയുന്നുണ്ട്. അതിൽ കൂടുതലും അടുത്ത് നിൽക്കുമ്പം സുഹൃത്തുക്കളുടെ നിലയിൽ അറിയുന്നുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ പുള്ളി ഒന്നും വിട്ട് പറയുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്കാണ് ഈ ഒരു റിലേഷൻ ഒട്ടും താല്പര്യമില്ല. അതായത് റോബിൻ ആരതി തമ്മിലുള്ള ആ റിലേഷനകത്ത് ഈ പുള്ളിക്കാരനാണ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഒട്ടും താല്പര്യം ഉണ്ടായില്ല ആദ്യം തുടങ്ങി. ഇപ്പോഴും താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഇടയിനകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഈ പുള്ളി ആരതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ വേണമെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പോവാം, അല്ലാണ്ട് ഇനി ഇപ്പൊ ഒരു കല്യാണമോ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാം കെട്ടുകാരി എന്നുള്ള രീതിക്ക് ഇരിക്കണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഇവര് തമ്മിൽ ഇവര് തമ്മിൽ ഈ ഇപ്പൊ ഡിവോഴ്സും പോട്ടെ, ഒരു ബ്രേക്കപ്പ് ആവാൻ പാകത്തിനുള്ള പല കാര്യങ്ങളും ഇവരുടെ ഇടയിനകത്ത് നടന്നിട്ടുണ്ട്. അത് ഈ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ വന്ന് പറഞ്ഞതെന്ന് നമുക്ക് വിചാരിക്കാം. കാര്യം പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാനായിട്ട് ഇപ്പൊ അവരുടെ ഇടയിൽ പോയിട്ട് ഇതെന്താണ് ഇങ്ങനെ അങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചല്ല. പുള്ളി എന്താണോ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഇനി ബാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും വിഷമമുണ്ട്. കാരണം ഇപ്പം എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആർക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് ദിൽഷ വന്നപ്പോഴും അവളുടെ ദിൽഷ അനുഭവിച്ച് എൻ്റെ ഇരട്ടിയിലേക്ക് പോകും എന്ന രീതിയിൽ പോലും നിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആൾക്കാരത് പറയുന്നുണ്ടെങ്കിലും ഐ ബിലീവ് പൊടിക്ക് സപ്പോർട്ട് നന്നായിട്ട് ഒത്തിരി ജന സപ്പോർട്ടുണ്ട്, പിന്തുണയുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പല സമയത്തും പുറത്തു വന്നതാണ്. അപ്പം ആൾക്കാർക്ക് അറിയാം പൊടി എന്താണെന്നുള്ളത്. പൊടി ഒന്നും ഓൾറെഡി അവളെ ടാലൻറ്റ് തെളിയിച്ച് വന്ന ഒരാളാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പൊടി റോബിൻ വഴി ഫേമസ് ആയി എന്നുള്ളത്. ഓൾറെഡി ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി സെലിബ്രിറ്റീസിന് കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആയിരുന്നു ആരതി പൊടി. റോബിൻ വന്നില്ലെങ്കിലും അവൾ ഇവിടെ എത്തുമായിരുന്നു, റോബിൻ ഇതിൽ കൂടുതൽ എത്തുമായിരുന്നു എന്ന് ഞാൻ പറയത്തു. ഓക്കെ, അപ്പൊ ഇവിടെ പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ അത് എനിക്കും പലപ്പോഴും തോന്നിയ ഒരു കാര്യം തന്നെ. ഇപ്പൊ നമ്മുടെ ദിൽഷ വന്നപ്പോഴൊക്കെ ദിൽഷ ഞാൻ എപ്പോഴും ഈ ദിൽഷ റോബിൻ ആ ഒരു വിഷയത്തിനകത്ത് ഞാൻ എപ്പോഴും ദിൽഷേനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം ദിൽഷയുടെ ഭാഗത്ത് ആ ഒരു വിഷയത്തിനകത്തൊന്നും ഒരു തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയണ. കാര്യം നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അയാളുടെ ഫാൻസ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ അയാളോട് ഇഷ്ടം പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. അതാണ് ദിൽഷ ഇവിടെ ചെയ്തത്. അപ്പൊ എനിക്ക് ദിൽഷനോട് ആ ഒരു കാര്യത്തിനകത്തൊക്കെ നല്ല റെസ്പെക്റ്റ് ആണുള്ളത്. ഈ റോബിനെ ഇഷ്ടമല്ല എന്ന് പുള്ളിക്കാരി മോത്തോക്കി നോ പറഞ്ഞ്, എന്നാ അത് ഈ നമ്മുടെ റോബിന്റെ ഫാൻസിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെല്ലാണ്ട് ദിൽഷ തേച്ചു നീ അവന് ഇത്ര നാൾ കൂടെ നടന്നിട്ട് തേച്ചില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ദിൽഷ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് റോബിന് ഇഷ്ടമാണെന്ന്. നിങ്ങൾ തന്നെയാണ് ഓരോ സ്റ്റാറ്റസ് സ്റ്റോറീസ്, അതായത് ഈ ആർമിക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ തന്നെയാണ് ഓരോ സ്റ്റാറ്റസ് സ്റ്റോറീസും അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഓരോ ലവ് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടത്, അല്ലാണ്ട് ദിൽഷ അല്ല എവിടെയും പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ ഇന്നും എല്ലാം ദിൽഷനെയാണ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ടൈമിനകത്ത് തന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഈ ആർമിക്കാർക്ക് എങ്ങനെയെങ്കിലും മരത്തി തീർക്കണം. അതായത് റോബിൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവമാണ്, അയ്യോ മഹാൻ എന്നൊക്കെ ഉള്ള രീതിക്ക് ആണ് റോബിൻ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ദിൽഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെണ്ണുങ്ങൾ ഇപ്പൊ റോബിനെ എതിരെ പറയുന്ന, റോബിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന പെണ്ണുങ്ങൾ എന്തോ ഭയങ്കര മോശമാണെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ഈ ആർമിക്കാർ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേസ് തന്നെയാണ് നമുക്ക് ഇപ്പൊ ഇവിടെയും കാണാൻ പറ്റുന്നത്. അതായത് ആരതി പൊടിയും നമ്മുടെ റോബിൻ തമ്മിലുള്ള ആ ഒരു വിഷയത്തിനകത്തും ഞാൻ ആരതി പൊടിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം ആരതി പൊടി പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഉറപ്പായിട്ട് റോബിനെതിരെ തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇമാതിരി പരിപാടിയെ കാണിച്ച ആളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാര്യം ഇത്രയും വൃത്തിയായിട്ട പരിപാടിയാണ് പുള്ളി കാണിച്ചേക്കണത്, ആരതി പൊടി പറഞ്ഞത് സത്യമാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്തിരിക്കണ ഫാൻസ് എന്ത് അന്തങ്ങളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഫാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയത്തിലൊക്കെ വന്നാൽ അയാൾ എന്ത് ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് എന്തുട്ടാണ്. ഇപ്പൊ പലരും ഞാൻ കമന്റ് ബോക്സിനകത്ത് കണ്ടു ഓൾവേസ് വിത്ത് റോബിൻ. എന്താണ് ഈ ഓൾവേസ് വിത്ത് റോബിൻ? അതായത് റോബിൻ എന്ത് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും. റോബിൻ ഇപ്പൊ ഒരു ബന്ധത്തിനകത്ത് ഇരിക്കുമ്പോൾ വേറൊരു അവിഹിതം ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും റോബിനെ. അങ്ങനെയാണ് നിങ്ങൾ പറയണത്. എന്റെ പൊന്നോ, ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി തലക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ റോബിൻ ഫാൻസിനോടാണെങ്കിലും ഇപ്പൊ ഈ ആരതി പൊടിന് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇവര് ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? കാര്യം അവരുടെ റിലേഷനകത്ത് അവർക്ക് താല്പര്യം
താല്പര്യമില്ല. അതായത് ഇപ്പൊ ആരതി പൊടിക്ക് ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല ഒഫീഷ്യലി. പക്ഷെ എന്നാലും പറഞ്ഞെങ്കിൽ, അതായത് അവരങ്ങനെ ഇപ്പൊ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, നാളെ അവർ വന്നിട്ട് പറയാനാണ് എനിക്ക് റോബിനായിട്ടുള്ള റിലേഷൻ ഇനി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, എടീ നീ ഞങ്ങളുടെ റോബിനെ ചതിച്ചല്ലേടി എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് തന്നെ പിന്നെ ഇറങ്ങും. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പൊ ഈ ദൈവം എന്ന് പറയൂലേ, ദൈവത്തിനെ പൂജിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ പോലെ. നിങ്ങൾ എന്തിനാണ് ആ പാവം, അതായത് ആ പുള്ളിക്കാരിക്ക് ഇനി താല്പര്യം ഇല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ വഴിക്ക് പോട്ടെ. അതായത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നല്ല കാര്യമാണ്. കാര്യം നമുക്കൊരു റിലേഷൻ അത് മുമ്പോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് പോവാം. നമ്മൾ എന്തിനാണ് ആ ഒരു റിലേഷനകത്ത് പുറത്തേക്ക് അടിച്ചു തൂങ്ങി കിടക്കേണ്ടത്? അതിന്റെ ഒരാവശ്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.